കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ ഞാനൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് കാക്കയുടെ പൊങ്ങച്ചം. ഒരിക്കൽ ഒരു കാക്ക തനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള പീലി വിടർത്തി നിൽക്കുന്ന മയിലുകളെ കാക്ക കണ്ടു. അപ്പോൾ കാക്കയ്ക്കുള്ളിൽ ഒരു മോഹം തോന്നി. തനിക്കും ഇതുപോലെ ഒരു ഭംഗി കിട്ടിയിരുന്നുവെങ്കിൽ. തൻ്റെ സ്വരമാണെങ്കിലോ കേൾക്കാനും കൊള്ളില്ല, തൻ്റെ നിറമാണെങ്കിലോ കാണാനും കൊള്ളില്ല. കാക്കയ്ക്കും മയിലുകളെ പോലെയാകാൻ കൊതി തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മയിലുകളെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മയിൽപ്പീലികൾ വീണു കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കൊത്തിയെടുത്ത് തൻ്റെ വാലിന് പിറകിൽ പിടിപ്പിച്ചു വെച്ചു. ഇപ്പൊ കാക്കയെ കാണാൻ എന്ത് ഭംഗിയാ! കാക്ക ഒന്ന് സ്വയം തിരിഞ്ഞു നോക്കി. കൊള്ളാം, ഈ ഭംഗിയൊക്കെ മറ്റു പക്ഷികളെ ഒന്ന് അറിയിക്കണ്ടേ? മറ്റു പക്ഷികൾ എന്ന് പറഞ്ഞാൽ മറ്റു കാക്കകളാണ്. കാക്ക പറന്നു പോയി പൊങ്ങച്ചം പറയാൻ തുടങ്ങി. നോക്കൂ, എന്നെ കാണാൻ എന്ത് ഭംഗിയാ! നിങ്ങളെക്കാട്ടിലും എത്ര സുന്ദരിയാണ് ഞാൻ. അപ്പോൾ മറ്റു പക്ഷികളെല്ലാം അത്ഭുതത്തോടെ നിന്നു. കാക്ക തന്നെയാണോ ഇത്? എന്ത് ഭംഗിയാ ഈ പക്ഷിയെ കാണാൻ! അവർ അത്ഭുതത്തോടെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായ കാറ്റടിച്ചു. അപ്പോൾ കാക്ക പുതുതായി പിടിപ്പിച്ചു വച്ച മയിൽപ്പീലികളെല്ലാം പറന്നു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാക്ക പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മയിൽപ്പീലികൾ ഒന്നുമില്ല. അതെല്ലാം കാറ്റിൽ പറന്നു പോയിരുന്നു. അപ്പോൾ കാക്ക നാണം കെട്ട് ദൂരേക്ക് പറന്നു പോയി. കാക്കയ്ക്ക് പൊങ്ങച്ചം പറയണമായിരുന്നോ? വേണ്ട. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കണമായിരുന്നോ? വേണ്ട. നമ്മൾ ആരും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത്. നമ്മളാവാൻ വേണ്ടി ശ്രമിക്കുക. നന്ദി.